ജനങ്ങളെന്നാൽ രാജ്യത്തിന്റെ സമ്പത്താണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ ഘടനയെ രൂപപ്പെടുത്തുന്നതും ജനങ്ങളാണ്. എന്നാൽ ജനസംഖ്യയിലുണ്ടാകുന്ന വർധനയ്ക്ക് മറ്റൊരു ദൂഷ്യവശം കൂടിയുണ്ട്. അനിയന്ത്രിതമായി ഉണ്ടാകുന്ന ജനസംഖ്യാ വർധന മനുഷ്യ സമൂഹത്തിനാകെ വെല്ലുവിളിയാകുമെന്ന കാര്യം പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ലോക ജനസംഖ്യ 800 കോടി കവിഞ്ഞൊരു കാലത്തെ ലോക ജനസംഖ്യാ ദിനാചരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, സന്തുലിതമാകുന്ന ഒരു ലോകത്ത് ഓരോ മനുഷ്യനും അന്തസ്സോടെയും എല്ലാ അവകാശങ്ങളോടെയും ജീവിക്കുന്നത് ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ ജനസംഖ്യാ ദിനത്തിലെ പ്രമേയം. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെക്കുറിച്ച് മാത്രമല്ല, ജനങ്ങൾ സമൂഹത്തിലും പരിസ്ഥിതിയിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അത് ഓർമ്മപ്പെടുത്തുന്നു. കുടുംബാസൂത്രണം, ലിംഗസമത്വം, ദാരിദ്ര്യം, മനുഷ്യാവകാശം തുടങ്ങിയ ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക എന്ന ലക്ഷ്യവും ഓരോ വർഷവും ആചരിക്കപ്പെടുന്ന ഈ ദിനത്തിനുണ്ട്. അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന ജനസംഖ്യ തൊഴിൽ, സാമ്പത്തിക വികസനം, ദാരിദ്ര്യം, വരുമാന വിതരണം, സാമൂഹ്യ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭ അറിയിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം, പാർപ്പിടം, വെള്ളം, ഭക്ഷണം, ഊർജം എന്നിവയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമാകില്ല. ഭാവി തലമുറകൾക്ക് കൂടുതൽ സുസ്ഥിരവും സൗഹാർദ്ദപരവുമായ ലോകക്രമത്തിന് അത് സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ വലുതായിരിക്കും. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനാചരണം ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കൂടിയാണ് മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. 2025 അവസാനത്തോടെ ഇന്ത്യയിലെ ജനസംഖ്യ 146 കോടി കടക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. അടുത്ത 40 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ജനസംഖ്യ 170 കോടിയാകുമെന്നും പിന്നീട് ജനസംഖ്യയിൽ കുറവുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കാലങ്ങളായി ഇന്ത്യയിലെ ഫെർട്ടിലിറ്റി നിരക്കിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1970കളുടെ കാലത്ത് ഒരു സ്ത്രീക്ക് 5-ലേറെ കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അത് 2 കുറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തിറക്കിയ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ്. ജനസംഖ്യാ കണക്ക് രേഖപ്പെടുത്താൻ ആരംഭിച്ച 1950 മുതൽ 2023 വരെ ചൈനയായിരുന്നു 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ കേവലം സംഖ്യകൾക്കപ്പുറം ഓരോരുത്തർക്കും അവർ ആഗ്രഹിച്ച രീതിയിൽ അവരുടെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെന്നും വ്യക്തികൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. UN പോപ്പുലേഷൻ ഫണ്ടിന്റെ 2025 ലോക ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പ്രകാരം പ്രായപൂർത്തിയായ സ്ത്രീകളിൽ 1/3 അതായത് 36% പേർക്ക് അവർ ആഗ്രഹിക്കാത്ത സമയത്ത് ഗർഭം ധരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം ഏകദേശം 1/3 പേർ, അതായത് 30% പേർ കുട്ടികൾക്കായുള്ള കാത്തിരിപ്പ് തുടരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തികമായ പരിമിതികളാണ് കുട്ടികൾ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 10-ൽ 4 പേർക്കും അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ കുടുംബ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കാത്തതിന്റെ മുഖ്യ കാരണമാണിത്. ജോലിസ്ഥലങ്ങളിലെ അരക്ഷിതാവസ്ഥ, താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയും കുട്ടികൾ വേണ്ടെന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർവേയിൽ പങ്കെടുത്ത ഇന്ത്യക്കാരിൽ 23% പേർക്കും ഈ 2 അവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റിയൽ ഫെർട്ടിലിറ്റി ക്രൈസിസ് എന്ന റിപ്പോർട്ട് ജനസംഖ്യാ കണക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനപ്പുറം മറ്റു കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. ലൈംഗികത, ഗർഭധാരണം, ഗർഭനിയന്ത്രണം, കുടുംബജീവിതം എന്നിവയെക്കുറിച്ചുള്ള സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താൻ വ്യക്തികളെ പിന്തുണയ്ക്കുന്നതിൽ സംവിധാനങ്ങൾ പൂർണ്ണ പരാജയമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിനാൽ രാജ്യത്തെ യഥാർത്ഥ പ്രതിസന്ധി ജനസംഖ്യ കുറയുന്നതോ അമിത ജനസംഖ്യയോ അല്ലെന്നും ഈ റിപ്പോർട്ട് അടിവരയിടുന്നു. ഒരു രാജ്യത്ത് എല്ലാവർക്കും സ്വയമേവ ബോധ്യത്തോടെയും അറിവോടെയുമുള്ള പ്രത്യുൽപാദന തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യവും മാർഗങ്ങളും ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജനസംഖ്യാപരമായ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ പേരിൽ ജനസംഖ്യാ വർധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് UNFPA വാദിക്കുന്നു. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം അളക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ കുട്ടികളുടെ ജനനത്തെ സംബന്ധിച്ച നിർണായക റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. പരിസ്ഥിതി മലിനീകരണവും കാലാവസ്ഥാ മാറ്റങ്ങളും കുട്ടികളുടെ ജനനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന കണ്ടെത്തലാണ് റിപ്പോർട്ടിലുള്ളത്. ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികളിൽ 13% മാസം തികയാതെ ജനിക്കുന്നെന്നാണ്
2019-22 ജനസംഖ്യാ ആരോഗ്യ സർവേയുടെ കണക്കുകളെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനത്തിൽ പറയുന്നത്. നവജാത ശിശുക്കളിൽ 17% ആവശ്യമായതിലും കുറഞ്ഞ ഭാരത്തിലാണ് ജനിച്ചു വീഴുന്നത്. മലിനീകരണം തന്നെയാണ് ഇതിനു പിന്നിലെ കാരണമെന്നും പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. വായുമലിനീകരണം പ്രസവകാലത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച് ഡൽഹി IIT, മുംബൈ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, ബ്രിട്ടൻ, അയർലൻഡ് എന്നിവിടങ്ങളിലെ ഗവേഷകരും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ഈ നിർണായക കണ്ടെത്തലുള്ളത്. ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ജേണലിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിക്ക് ജനസംഖ്യാ വർധന അനിവാര്യമാണ് എന്നുവെച്ച് അനിയന്ത്രിതമായി ഉണ്ടാകുന്ന ജനസംഖ്യ രാജ്യത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലയെ ദോഷകരമായി ബാധിക്കും. ഇത് രാജ്യത്തെ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. വിഭവങ്ങളുടെ പങ്കുവയ്ക്കലും വിതരണവും ഒക്കെ കൃത്യമായി ചെയ്യാൻ ഭരണകൂടങ്ങൾക്ക് കഴിയാതെ വരും. ദാരിദ്ര്യം, പട്ടിണി പോലുള്ള സാമൂഹ്യ ആഘാതങ്ങൾക്കൊപ്പം ജനങ്ങൾക്കിടയിൽ അസമത്വം വളരാനും ഇത് കാരണമാകും. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമാണ് എന്നാണ് നിലവിലെ സ്ഥിതി വിരൽ ചൂണ്ടുന്നത്.